ഫോർഗിവ്നെസ് തെറാപ്പി നമ്മൾ പരിചയപ്പെടേണ്ടതാണ്. അറബിയിൽ അഫു ചെയ്യുക എന്ന് പറയും, മലയാളത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തെറാപ്പിയാണ്. നമ്മുടെ മനസ്സിലെ പെയിൻ, വേദന, ഈ വേദനകളെല്ലാം റിമൂവ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണ് ഫോർഗിവ്നെസ് തെറാപ്പി. ഇത് നല്ല വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ പുണ്യമാണ്. അതല്ല, കേവലം ഒരു തെറാപ്പി എന്ന മൈൻഡോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൈൻഡിന് അതിൻ്റെ എഫക്റ്റ് കിട്ടും, മനസ്സിന് അതിൻ്റെതായ എഫക്റ്റ് കിട്ടും. നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിലുള്ള വേദനകൾ കളയാൻ, വേദനയുമായി ബന്ധപ്പെട്ട കണക്ഷനുകൾ കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫോർഗിവ്നെസ് തെറാപ്പി. ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു ചെയറിലിരിക്കുന്നു, ഇതുപോലെ സമാനമായ ഒരു ചെയർ എൻ്റെ ഓപ്പോസിറ്റിൽ അഭിമുഖമായി ഇടുന്നു. ആ ചെയർ എൻ്റെ അഭിമുഖമായി ഇട്ടതിന് ശേഷം ഞാൻ കണ്ണടച്ചിരുന്ന് ലോങ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അതൊരു നോർമൽ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരിക. ഒരു 7 തവണ 11 തവണയൊക്കെ ലോങ് ബ്രീത്തിങ് ചെയ്യാം. അതിനുശേഷം നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരുന്നു. ഈ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള നമ്മുടെ മാതാപിതാക്കളോ ഭാര്യയോ മക്കളോ തുടങ്ങിയ അടുത്ത ബന്ധമുള്ള വ്യക്തികൾ, ആ വ്യക്തികളെ ഈ ചെയറിൽ സങ്കല്പിക്കുന്നു. കണ്ണടച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സങ്കല്പിച്ച് ഇയാളോട് നമ്മൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു. ഈ ആളുമായി നമുക്ക് പാനിക്കായ ഒരു വേദന ഉള്ള ഒരു ഓർമ്മ ഉണ്ടാകണമെന്നില്ല. അയാൾ നമ്മളെ വേദനിപ്പിച്ചതോ മറ്റോ ഉണ്ടാകണം എന്നൊന്നുമില്ല. നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പാനിക്കായ റിലേഷനുകളെല്ലാം, വേദനയുള്ള ബന്ധങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് നമുക്കൊരു മോചനം ലഭിക്കാൻ. ഈ വേദനകളാണ് പലപ്പോഴും ഒരുപാട് രോഗങ്ങൾ സമ്മാനിക്കുന്നത്, കഷ്ടതകൾ സമ്മാനിക്കുന്നത്, മറ്റ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്കുള്ള വാതിലുകൾ നിരന്തരം നമ്മളിലേക്ക് തുറന്നു വെക്കുന്നതൊക്കെ ഈ വേദനകളാണ് പലപ്പോഴും. അതുകൊണ്ട് ആ വേദനകളെല്ലാം കളയുന്നു. ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള വേദനകൾ മറ്റു പലരുമായി കണക്ട് ചെയ്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ നേരെ കണക്ട് ചെയ്യണം എന്നില്ല. പകരം നമുക്ക് അടുത്തു ബന്ധമുള്ള, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, അത്തരം വ്യക്തികളെ തന്നെ കൊണ്ടുവന്ന് അവരെ ഈ ചെയറിൽ ഇരിക്കുന്നതായി സങ്കല്പിച്ച് നമ്മൾ അവരോട് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക. അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മതിയാകുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ മറ്റൊരാൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവരാം. അതങ്ങനെ ദിനേന തുടരുക, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് നിർദ്ദേശിച്ച ഈ ട്രെയിനറുടെ മുമ്പിൽ അദ്ദേഹം അതിൻ്റെ ഗ്രാഫ് പറയാൻ പറഞ്ഞിട്ടുണ്ടാകാം. എല്ലാ ദിവസവും നിങ്ങൾ ഈ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളായിരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ആൾ എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ട്രെയിനറുടെ വാട്സപ്പിലൂടെയോ എങ്ങനെയാണോ അദ്ദേഹം നിങ്ങളോട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറഞ്ഞത്, അദ്ദേഹത്തോട് അനുഭവങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ നിരന്തരം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ ഈ വേദനകൾ നമ്മൾ അറിയാതെ, നമ്മുടെ പലയിടത്തായി കിടക്കുന്ന, മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്ന വേദനകൾ പലതും റിമൂവ് ചെയ്യപ്പെടുന്നത് കാണാം. ഒരുപാട് പേരിൽ അത്ഭുതകരമായ ഫലങ്ങൾ കണ്ട ഒന്നാണ് ഫോർഗിവ്നെസ് തെറാപ്പി. നമ്മൾ പലപ്പോഴും വേദനിക്കുന്നത് എവിടെയോ മറ്റാരോ ചെയ്ത കുറ്റങ്ങൾ കാരണമാണ് പലരും വേദനിക്കുന്നത്. ചിലരൊക്കെ എന്നെ മറ്റൊരാൾ ചീത്ത വിളിച്ചു, അല്ലെ എന്നെ മറ്റൊരാൾ ആക്രമിച്ചു, എൻ്റെ അവകാശങ്ങൾ മറ്റൊരാൾ തട്ടിയെടുത്തു, അതിന് ഞാൻ വേദനിക്കുന്നു. ഈ അവകാശങ്ങൾ തട്ടിയെടുത്ത ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് ഞാൻ വേദനിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടം? എൻ്റെ മനസ്സ് ദുഷിച്ചു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനാജനകമായി മാറി. ആ വേദന ഉൾക്കൊള്ളുന്ന മനസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ ഗ്രന്ഥികൾ, തൈറോയിഡ് ഗ്രന്ഥി, അതുപോലെ തുടങ്ങി ഓരോ ഗ്രന്ഥികളും, ഈ ഗ്രന്ഥികളിലെല്ലാം നെഗറ്റീവ് ഹോർമോൺ, നെഗറ്റീവ് എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ഞാനൊരു രോഗിയാകുന്നു, എനിക്ക് വീണ്ടും നഷ്ടം. ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. എൻ്റെ ബ്രെയിനിൽ, എൻ്റെ മെമ്മറിയിൽ മറ്റൊരാളുമായി കണക്ട് ചെയ്ത ഒരു വേദനയും സൂക്ഷിക്കാനോ അതിൻ്റെ പേരിൽ സ്വയം നശിക്കാനോ ഞാൻ ഒരുക്കമല്ല എന്ന തീരുമാനമാണ്, എന്ന പ്രതിജ്ഞയാണ് ഫോർഗിവ്നെസ് തെറാപ്പിയുടെ ഒരു മുദ്രാവാക്യം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ വേദനകൾ കളഞ്ഞ് വിഷമമില്ലാത്തൊരു ജീവിതം നയിക്കാൻ, സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.